ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ചൂരൽമലയിൽ തഹസിൽദാരുമായി നാട്ടുകാരുമായുള്ള ചർച്ച തുടരുകയാണ്. വിഷയം പരിഗണിക്കാമെന്ന് തഹസിൽദാർ അറിയിച്ചെങ്കിലും പ്രതിഷേധം അവസാനിപ്പിക്കാൻ നാട്ടുകാർ തയ്യാറായിട്ടില്ല. സർക്കാർ ഉത്തരവ് വേണമെന്നാണ് ദുരന്ത ബാധിതരുടെ ആവശ്യം. ജില്ലാ കളക്ടർ DR മേഘശ്രീ സ്ഥലത്തെത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ആഷിഖ് റഹ്മാനുണ്ട് ചൂരൽമലയിൽ നിന്നും. ആഷിഖ്, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാവിലെ മുതൽ കണ്ടത്. ഈ ചർച്ചകൾക്കൊടുവിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരം ആയിട്ടുണ്ടോ? ജനങ്ങൾ അതുകൊണ്ടൊന്നും തൃപ്തരല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ കളക്ടർ എപ്പോഴേക്കും എത്തുക? സംഗീത അല്പസമയത്തിനുള്ളിൽ ജില്ലാ കളക്ടർ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ADM K ദേവകി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ തഹസിൽദാറേയും ഈ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥരെയും ആളുകൾ തടഞ്ഞു വെച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ADM തന്നെ നേരിട്ടെത്തി ആളുകളായി സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഏകദേശം ADM ഇവിടെ എത്തിയിട്ടുണ്ട്. കളക്ടറും കൂടി എത്തിക്കഴിഞ്ഞാൽ ഏകദേശം സർക്കാർ തീരുമാനങ്ങൾ അറിയിക്കാമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം സർക്കാർ ഉത്തരവ് തന്നെ വേണമെന്നുള്ളതാണ്. അതിനാൽ തന്നെ അവർ നേരത്തെ ഇത്തരത്തിൽ പരിഗണിക്കാമെന്ന് പറഞ്ഞ സമയത്തൊന്നും ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. തഹസിൽദാറും അടക്കമുള്ള ഉദ്യോഗസ്ഥരെല്ലാം അവിടെ തന്നെ ബെയിൽപാലത്തിന് സമീപത്തായി തന്നെയുണ്ട്. ഇപ്പോൾ തഹസിൽദാർ അടക്കം ഈ ADMന്റെ അടുത്തേക്കായി ഇവിടേക്ക് എത്തുന്നുണ്ട്. കാരണം ഒരു ചർച്ച നടത്തി പ്രതിഷേധക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ഉറപ്പ് നൽകിയാൽ മാത്രമേ ഇവർ പ്രതിഷേധക്കാർ അവസാനിക്കുക. അല്ലെങ്കിൽ അത്തരത്തിൽ സർക്കാർ ഉത്തരവ് തന്നെ വേണമെന്നാണ് ആവശ്യം. അതില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ഒരു ഉറപ്പ്, അത് ഒരു രേഖാമൂലമുള്ള ഉറപ്പെങ്കിലും അത്തരത്തിൽ വേണം. കാരണം നേരത്തെ തന്നെ ഒരുപാട് സമരം ചെയ്ത സമയത്തും ഇത്തരത്തിൽ ദിനപത്ര അടക്കം പുനഃസ്ഥാപിക്കാമെന്ന് ഇവർ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ പലർക്കും ഈ ദിനപത്ര പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇതാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായത്. പ്രത്യേകിച്ച് മഴക്കാലം കൂടി വരുന്നതോടെ തന്നെ കൂടുതൽ തൊഴിൽ നഷ്ടപ്പെടും. അതിനാൽ തന്നെ അടിയന്തരമായി ഇത് പുനഃസ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. രാവിലെ വന്ന ആളുകളാണ്, പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളടക്കം രാവിലെ തൊഴിലിൽ പോയി അവിടെ നിന്ന് മഴ കാരണം തിരിച്ചു വന്ന ആളുകളാണ്. ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഈ വൈകിട്ട് 4 മണിയാകുന്ന സമയത്തും ഇവരെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ ADM തഹസിൽദാർ അടക്കം ഇവിടെ കൂടി നിന്ന് ആളുകളായി സംസാരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു സംസാരിച്ച ശേഷം ഒരു തീരുമാനമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കണ്ട ഒരു ദിവസം കൂടിയാണ് ചൂരൽമലയിൽ. അത് സാധാരണഗതിയിൽ ഒരു പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സംസാരിച്ച് പരിഹരിക്കാറുണ്ട്. ഉച്ചയോടുകൂടെങ്കിലും പല പ്രതിഷേധങ്ങളും സംസാരിച്ച് തീർക്കാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. വലിയ രീതിയിൽ ആ പ്രതിഷേധം ശക്തമാകുന്നു. പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളാണ് ഇതിന് മുൻകൈ എടുത്തത്. അവർ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല. കൃത്യമായി സർക്കാർ ഉറപ്പ് നൽകണം, ഉത്തരവ് തന്നെ ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയൊരു പ്രതിഷേധം തന്നെ സംഘടിപ്പിച്ചത്. അതാണ് ഈ സമരം ഇത്രയും നീങ്ങാൻ കാരണം. തഹസിൽദാറേയും ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥരെയും കൂടി തടഞ്ഞു വെച്ചതോടുകൂടി തന്നെ ഈ സമരം അവസാനിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ ADM തന്നെ നേരിട്ടെത്തിയത്. ജില്ലാ കളക്ടറും സ്ഥലത്തെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി ഈ മാസം ലഭിക്കുന്ന 9,000 രൂപ, 9,000 രൂപ, ദിവസം 300 രൂപ വെച്ച് മാസം ലഭിക്കുന്ന 9,000 രൂപ പുനഃസ്ഥാപിക്കണമെന്നും മാസവാടക അടക്കം നൽകണം ഇവർക്ക് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ആളുകൾ ഇവിടെ ഉണ്ട്. ADM ഒക്കെ എത്തിയിട്ടുണ്ട്. പ്രതീക്ഷയുണ്ടോ എന്തെങ്കിലും തീരുമാനമാവുന്നുള്ളത്? അത് വന്നിട്ടുണ്ടല്ലോ, എന്താ തീരുമാനം നോക്കട്ടെ. അപ്പൊ അത് പ്രതീക്ഷ ഉണ്ട്, നോക്കണം. നമ്മൾ ഈ പ്രതിഷേധം, അതായത് സർക്കാർ ഉത്തരവ് ഇത് പുനഃസ്ഥാപിക്കാതെ നമ്മൾ പിന്മാറില്ല. ഇല്ല, ഇത് തീരുമാനമാകണ്ട് ഞങ്ങൾ പിന്മാറൂല. അവരിവിടുന്ന് പോകൂല. നേരത്തെ നമുക്ക് ഒരുപാട് സമരം ചെയ്ത സമയത്ത് പരിഗണിക്കാന്ന് ഉറപ്പൊക്കെ നൽകി. പരിഗണിക്കാന്ന് പറഞ്ഞിട്ട് പരിഗണിച്ചിട്ടില്ല. അതേപോലെ പിന്നെ വില്ലേജിൽ ഇപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു തീരുമാനം ആയിട്ടില്ല. പറഞ്ഞവര്, പക്ഷെ അതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇത്രയും തീരുമാനമായിട്ട് പോയാൽ മതി അവർക്ക് നിൽക്കുന്നത്. രാവിലെ ജോലിക്ക് പോയതാണ്, ഭക്ഷണം കഴിച്ചു. രാവിലെ 7:00 പോയതാണ്. ഇനി ഞങ്ങൾ ഭക്ഷണമല്ല, വെള്ളമല്ല, ഒന്നുമില്ല. ഇവിടെ മഴ കൊണ്ടുവന്ന് നിൽക്കുന്നത്. ഇനി തൊഴിലെടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്, പ്രത്യേകിച്ച് നല്ല മഴ കൂടി. ഇല്ല, ഇനി എടുക്കാൻ പറ്റില്ല. ഇല്ലാന്ന് ഞങ്ങൾക്ക് പണിയില്ല, നാളെ തൊട്ട് പണിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി പണിയില്ല. സംഗീത, ഇതാണ് പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്. നേരത്തെ തന്നെ തൊഴിലുള്ള ആളുകൾക്ക് ദിവസവേതനം നൽകില്ല എന്ന് സർക്കാർ അറിയിക്കുന്നു. പക്ഷേ ഈ തരത്തിൽ മഴക്കാലം വരുമ്പോൾ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ ഏത് തരത്തിൽ ജീവിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതാണ് ഇവർ ചോദിക്കുന്നത്. അടുത്ത ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെല്ലാം വലിയ മഴ വരും. ആ സമയത്ത് തോട്ടം മേഖലയിൽ ജോലി ഉണ്ടാകില്ല. അത് വലിയ പ്രതിസന്ധിയാണ് ഇവർക്ക് സൃഷ്ടിക്കുക. ദുരന്തം കഴിഞ്ഞ ശേഷം 1 വർഷത്തോട് അടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരെ ഞങ്ങളുടെ അവസ്ഥ തന്നെയാണ്. പണി ഉണ്ടാവില്ല മര്യാദയ്ക്ക്. മഴയല്ലേ, പണി ഉണ്ടാവില്ല. അപ്പം എന്തായാലും അടുത്ത 3 മാസം കൂടി ഇത് പുനഃസ്ഥാപിക്കണം. ഇത് ഞങ്ങൾക്ക് 9,000 കിട്ടണം. എല്ലാവർക്കും കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് 9,000 കിട്ടണം. നമുക്ക് എത്ര മാസം കിട്ടിയിട്ടുണ്ട്? ആകെ 3 മാസം കിട്ടിയിട്ടേ ഉള്ളൂ. പിന്നെ അത് കിട്ടിയിട്ടില്ല. എന്താ അമ്മ പറയാനുള്ളത്? എനിക്കും അതന്നെ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളെ ദിനപത്ര കിട്ടണം. പിന്നെ കേന്ദ്ര ധനസഹായം ഞങ്ങൾക്ക് തന്നിട്ട്, സർക്കാർ ധനസഹായം 10,000 അതും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അവർ കൊടുത്തു കഴിഞ്ഞു പറഞ്ഞു. അത് തീരുമാനത്തിൽ വരാറിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെയും തന്നിട്ടില്ല. ഇപ്പൊ ഈ ദിനപത്രയും തന്നെ ഇതേവരെ ഞങ്ങൾക്ക് കിട്ടില്ല. 3 മാസം തന്നു. പിന്നെ ഒരു 1,000 റുപ്യന്റെ കൂപ്പൺ ഉണ്ട്. അത് കുറെ പാവങ്ങൾക്ക് ഇവിടെ കിട്ടാനുണ്ട്. അതും കൊടുത്തിട്ടില്ല. പിന്നെ ഈ സർക്കാർ ഞങ്ങൾ നോക്കുന്നുണ്ട് പറഞ്ഞിട്ട് എവിടെ നോക്കണം? ഇന്നത്തെ അവസ്ഥ ഒരു കാര്യം ഇവര് ശ്രദ്ധിക്കുന്നില്ല.
നിൽക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പണിയുണ്ടെന്നാ പറയണേ. ശരി ശരി ആഷിഖ്, എന്തായാലും ജീവനോപാധി സംബന്ധിച്ചുള്ള എണ്ണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ പരിശോധന നടത്തുമെന്ന് അല്പസമയങ്ങൾക്ക് മുൻപാണ് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചത്. ഇക്കാര്യത്തിലൊരു അന്തിമമായ തീരുമാനം സർക്കാർ ഉത്തരവ് പ്രകാരം ഉണ്ടാകുമോ എന്നുള്ളതാണ് അവിടെയുള്ളവർ ഉറ്റുനോക്കുന്നത്. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ DR മേഘശ്രീ ഉടൻ സ്ഥലത്തെത്തി ഇതിലൊരു തീരുമാനം സർക്കാരിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുമെന്നാണ് അവിടെയുള്ളവർ പ്രതീക്ഷിക്കുന്നത്. ആഷിഖ് റഹ്മാനാണ് ചൂരൽമലയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.